ഹായ് ഓൾ, കുറേ ആയി എന്തെങ്കിലും വരച്ചിട്ട്. എനിക്ക് ആക്ച്വലി കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ നല്ലോണം വരയ്ക്കുമായിരുന്നു. എവറി ഡേ ഐ യൂസ് ടു ഡ്രോ സംതിങ്. പിന്നെ അത് ഞാൻ ടച്ച് വിട്ട് എൻ്റെ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ കുറേ ആർട്ട് പ്രോഡക്റ്റ്സ് മേടിക്കുകയും ചെയ്യുമായിരുന്നു. വാട്ടർ കളേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളറിങ് മെറ്റീരിയൽസും, പെയിൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെൻസിൽ, അങ്ങനെ കുറേ സാധനം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതായിരുന്നു ഈ ഐവറി ഷീറ്റ് പെൻസിൽ സ്കെച്ചിങ്ങിന് ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ട് ഞാൻ അങ്ങനെ ഒരു 2 സെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അതേപടി ഇരിപ്പുണ്ട്. അതിനകത്താകെ ഞാൻ കുറച്ചൊരു 5-6 ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും വരയ്ക്കാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വാട്ടർ കളറിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. ഇത് ചെറിയ മറ്റേ രംഗോലി എന്നെന്തോ പറഞ്ഞിട്ടുള്ള ബക്കറ്റ് പെയിൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഫുള്ള് കട്ട കിട്ടി. അപ്പം പിന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബേസിക്കായിട്ടൊരു റാൻഡം ഡ്രോയിങ്, എനിക്കധികം ഇരുന്ന് വരയ്ക്കാനൊരു ക്ഷമ ഇല്ല താനും. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റാൻഡമായിട്ട് വരച്ച് പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ വാട്ടർ കളർ ചെയ്യുകയാണ്. പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലം മുതലേ എനിക്ക് വാട്ടർ കളറും ഞാനും ഭയങ്കര ശത്രുക്കളാണ്. ഞങ്ങൾ ഒരിക്കലും മര്യാദയ്ക്ക് ഒത്തു പോകത്തില്ല. എനിക്ക് വേറെ കളേഴ്സൊക്കെ പിന്നെയും ഫൈനാണ്, പക്ഷേ വാട്ടർ കളറിൻ്റെ ആ ഒരു നെയ്ക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊരു പിക്ചർ വരയ്ക്കാൻ നോക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കളർ വരത്തില്ല. കാരണം ബ്ലെൻഡിങ് ഒന്നും അധികം ചെയ്യരുത്, ജസ്റ്റ് സ്ട്രോക്ക് മാത്രം അതിൽ ചെയ്യുക. അപ്പോൾ അതെനിക്ക് ഒരിക്കലും സെറ്റാവാറില്ല. ബട്ട് ഐ സ്റ്റിൽ കീപ്പ് ഓൺ ട്രൈയിങ്. എപ്പോഴെങ്കിലും റെഡി ആയിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനെ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്യുക. സാധാരണ ഞാൻ ഇടയ്ക്കൊക്കെ വാട്ടർ കളർ അത്ര റെഡിയായി വരാത്തതുകൊണ്ട് ഞാൻ ഏതെങ്കിലും റെഫറൻസ് പിക്ചറൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇന്നാണെങ്കിൽ ഞാൻ ഓർത്ത് വേണ്ട, നമുക്ക് സ്വന്തം ചെയ്ത് പഠിക്കാമല്ലോ, സ്വന്തം ലോജിക്ക് ചെയ്യാം. ചെയ്ത് വരുമ്പോൾ മനസ്സിലാവുമല്ലോ തെറ്റുന്നുണ്ടോ ശരിയാവുന്നുണ്ടോ അങ്ങനെയൊക്കെ. വാട്ടർ കളർ മെയിനായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെയേഴ്സായിട്ടാണ് ഷെയ്ഡ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു ഏറ്റവും അണ്ടർ ടോൺ ആയിട്ടുള്ള ഒരു ലൈറ്റ് കളർ കൊടുക്കും, പിന്നെ അതിൻ്റെ മുകളിൽ ഡാർക്ക് കൊടുക്കും, അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് ആയിട്ടുള്ള സ്പേസസ് ഒക്കെ ലീവ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് ടെക്നിക്കൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ലോജിക്കിൽ ചെയ്യാമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ചെയ്യുന്നതിനിടയ്ക്ക് തെറ്റുന്നല്ലാണ്ട് പിന്നെ എൻ്റെ ക്യാമറ വെച്ചിട്ട് ശരിയാവുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ വെക്കാം. പക്ഷെ ഇതിനകത്ത് ഇപ്പം ആകെ പേപ്പറിൻ്റെ ഒരു കഷ്ണവും എൻ്റെ തലയും മാത്രമേ കാണുന്നുള്ളൂ. കാണേണ്ട സാധനം കാണുന്നില്ല എന്നുള്ളതാണ് വേറൊരു ലോജിക്ക്. കുഴപ്പമില്ല, ഇനി വരുന്ന വീഡിയോസിലൊക്കെ അത് ശരിയാക്കാം. എനിക്ക് എങ്ങനെ വെക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ വന്ന അവസ്ഥ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര പ്ലെയിനായിട്ടും ഒരു ഭംഗിയില്ലായ്മ തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു ബ്ലാക്ക് പെന്നോണ്ട് എല്ലാത്തിനും ഇൻ ദ സെൻസ് അതിൽ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഔട്ടർ കൊടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ മെനയാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ്. മൊത്തത്തിൽ കണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. ആദ്യമൊക്കെ കടലിൽ പച്ചടിച്ചപ്പോൾ കോമഡി ആയിരുന്നു, പക്ഷെ പിന്നെ കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്, ഫൈനായി.